ബോസേ, ആ പ്രതാപവർമ്മ വീണ്ടും പണി തുടങ്ങിയല്ലോ. എന്നെ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. എന്താ വേണ്ടേ? അവര് വിളിച്ച സ്ഥിതിക്ക് തന്നെ ഏതായാലും പോണം. വലിയ മോശമാ. താനും കൂടെ ഒന്ന് കയറി കൊടുക്കും. ബാക്കിയുള്ള കാര്യം നമുക്ക് നോക്കാം. സതീശ പറയടാ. പ്രതാപൻ സാറിന്റെ മകൻ കുറച്ച് പുതിയ ടീമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞോളാം. എന്തായാലും ഉണ്ടെങ്കിൽ വിളിക്കണേ. എന്താണ് സതീശന് വിശേഷം? പ്രതാപന്റെ മോൻ പുതിയ പണി ഒപ്പിക്കുന്നുണ്ട്. നമ്മുടെ നിന്ന് പൈസ മേടിച്ചപ്പോ ഈട് തന്ന പൊള്ളാച്ചിയിലെ ഡാൻസ് ബാറില്ലേ, അതിപ്പോ മറിച്ചു വയ്ക്കാനുള്ള പുതിയ പ്ലാനിങ് നടക്കുക. പുറത്തു നിന്നുള്ള ഏതോ ടീമാ. ആ ഡാൻസ് ബാർ കണ്ട് അടിച്ച് പൊളിച്ചാലോ? ചുമ്മാ തരീടേ. ഗണപതി, നീ വണ്ടി ബാറിലേക്ക് വിട്. എപ്പോ വിട്ടെന്ന് ചോദിച്ചാ മതി. അവന്റെ കച്ചവടം എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. ഓക്കെ ബോസ്. ഒരു ജിമ്മൻ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ ബോസേ. അപ്പൻ എന്നോട് മേടിച്ച കാശിന് ഈടായിട്ട് എനിക്ക് എഴുതി തന്ന ഈ ബാറ് നീ ഞാൻ അറിയാതെ വിൽക്കാൻ നോക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ കലാപരിപാടികൾക്ക് നടത്തി. മോനൊരു കാര്യം ചെയ്യും. ഇന്നിവിടെ ഉണ്ടായ നാശനഷ്ടങ്ങളുടെയും പരിക്കലുടെയും ആശുപത്രി ചെലവിന്റെ ഒക്കെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി മോന്റെ അപ്പനെടുത്ത് അയച്ചു കൊടുക്കും. എന്നിട്ട് അപ്പനെ വിളിച്ച് പറ, ഇന്നത്തെ താണ്ഡവ ബാറിലെ ഐറ്റം ഡാൻസ് ബോസിന്റെ ആയിരുന്നു. கேரளாவில என்ன பார்த்து இந்த கேள்வி கேட்கிற முதலாளி நீ தாண்டா. உன்னை தனியா கவனிச்சுக்கிறேன். നിങ്ങളിത് വാങ്ങിക്കാൻ വന്നാണോ? അതെ. കിട്ടിയത് തന്നെ. ഇടി കിട്ടായിരുന്നത് ഭാഗ്യം. പിന്നെ ബോസിന്റെ ഫൈറ്റ് ഞാൻ ഫേസ്ബുക്കിൽ എടുത്തേ. എന്തിനാ? ഇത്രയും ഗുണ്ടകളെ ഇടിച്ച് പറത്തിച്ച ബോസിന് എത്ര ലൈക്ക്. പണിയെടുക്കാൻ ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ എടുക്കണം. ആക്ഷനും കോമഡി എന്തായാലും ഒരു മാസം. അപ്പൊ ഞാനോ? നിങ്ങള് വെറും കൂറ. സാറേ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം. സാറേ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം. എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം സാറേ. കടം കൊടുത്ത കാശ് ചോദിക്കാൻ ചെന്നപ്പോ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കി സാറേ. ആ വിഷമം തീർക്കാൻ രണ്ടെണ്ണം അടിക്കാൻ ബാറി ചെന്നപ്പോ ഗുണ്ടകളെ വിട്ട് അടിപ്പിക്കാൻ നോക്കി സാറേ. എനിക്ക് പ്രൊട്ടക്ഷൻ വേണം സാറേ. എനിക്ക് പ്രൊട്ടക്ഷൻ വേണം. നീ വലിയ കളിക്കാരനാണെന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. കളിച്ച് ഇന്നലെ നീ കൈവച്ചത് എന്റെ മകന്റെ ദേഹത്താ. എന്നോടും പിള്ളേരോടും കളിച്ച കുറെ പേര് കൊച്ചിക്കായലിൽ മാമോദീസ മുങ്ങി കിടപ്പുണ്ട്. നിനക്കും മുങ്ങണോ? അയ്യോ, എന്നെ ഒന്നും ചെയ്യണ്ട സാർ. എന്നെ വെറുതെ ഒന്ന് ഉപദേശിച്ചാൽ മതി. ഞാൻ ചുമ്മാ അങ്ങ് നന്നായിക്കോളും. നീ പോലീസിന്റെ ശരിക്കുള്ള കളി കണ്ടിട്ടുണ്ടോ? ചെറുപ്പത്തിൽ കുറെ കള്ളനും പോലീസും കളിച്ചിട്ടുണ്ട് സാറേ. നമ്മളെപ്പോഴും കള്ളനാ, അതാ സേഫ്.
അതിൽ പോലീസിന്റെ രീതി നിനക്കറിയാമല്ലോ. കണ്ണടച്ച് 1 മുതൽ 10 വരെ എണ്ണും. അതിനുള്ളിൽ കള്ളനോടാവുന്ന അത്ര ദൂരം ഓടും, കളിക്കാവുന്ന കളികളൊക്കെ കളിക്കും. നീ എന്തൊക്കെ കളികൾ കളിക്കുമെന്ന് കാണാൻ വേണ്ടി ഞാൻ ഒന്ന് കണ്ണടച്ചതാ. നിന്റെ ടൈം കഴിഞ്ഞു. ചുമ്മാ ഓരോന്ന് പറഞ്ഞവനെ പേടിപ്പിക്കില്ല സാറേ. അവന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഇല്ലടാ ബോസ്. പിന്നെ ബാറ് വെച്ച് നിന്നെ തല്ലി കൊല്ലാൻ നോക്കിയ കാര്യം, ആ കഥയുടെ കിടപ്പെന്താന്ന് നമുക്ക് മുന്നോർക്ക് അറിയാലോ. ഡാ, ഇനി നീ കിട്ടാനുള്ള കാശിന്റെ കണക്കും പറഞ്ഞ് ഞങ്ങളുടെ ആരുടെയെങ്കിലും മുമ്പിൽ വന്ന് നിന്നാൽ സാറിന്റെ ബെൻസിന് സൺറൂഫ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി അറിയാതെ തുറന്നിട്ടു. ആ പെയ്ത മഴ മുഴുവൻ കാറിനകത്തായി. കഷ്ടമായി പോയി. പാവം കാർ. സാറെന്താ പറഞ്ഞ? ഇനി പറച്ചിലില്ലടാ, ചെയ്ത്ത. വേണ്ട സാറേ, വിട്ടുകളാ. എടാ ബോസേ, തരാനുള്ള കാശ് തന്നാ തീരും. പക്ഷെ നീ അതിന്റെ പേരിൽ കാണിക്കുന്ന ഈ കന്നം തിരിവുണ്ടല്ലോ, അതങ്ങനെ കിടക്കും. അതാണ് അതറിയിക്കാനാ ഞാനിങ്ങോട്ട് വന്നത്. സാറേ, എന്റെ കണക്ക് ക്ലോസ് ചെയ്യാതെ ഞാൻ കൊച്ചി വിടില്ല. അത് കമ്മീഷണർ തടഞ്ഞാലും ശരി, DGP തടഞ്ഞാലും ശരി. നീ എന്റെ ലൊക്കേഷനിൽ കയറി എലമുണ്ടാക്കിയതും എന്റെ കാറ് കൊണ്ടുപോയതും എല്ലാം കൂടെ കൂട്ടിക്കിഴിച്ച് നിന്റെ കണക്കം ക്ലോസ് ചെയ്തു. നീ ഞങ്ങളോട് കാണിച്ച അഭ്യാസം ഞങ്ങളും അങ്ങ് ക്ഷമിച്ചു. അയ്യോ പാവം, വിശാല മനസ്കനായ ആശാൻ ഗോപാലകൃഷ്ണനോട് ക്ഷമിച്ചിരിക്കുന്നു. നമസ്കാരം ബ്രോ. നമസ്കാരം ബ്രദർ. എന്റെ സ്വന്തം ബ്രദറിന് എനിക്ക് ഓർമ്മ വരുന്നു. ബ്രദർ ഇത് മേടിക്കാൻ വന്നതാണ്. അതെ ബ്രദർ. എന്റെ പൊന്നു ബ്രദറെ, എന്റെ അവസ്ഥ മനസ്സിലായല്ലോ. നിൽക്കുന്നോ പോകുന്നോ? താങ്ക് യു ബ്രദറെ. വെരി വെരി വെൽക്കം. വാടോ. അപ്പോ വിളിക്കാട്ടോ ബ്രദറെ. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ നഷ്ടങ്ങളുടെ കൂട്ടത്തിൽ ഇതുകൂടെ ചേർത്ത് അങ്ങ് ക്ഷമിച്ചേര് സാറേ. സുരാ.